80 വയസ്സിലുള്ള ആയിഷുമ്മാന്റെ സ്കൂൾ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. 80 വയസ്സിലുള്ള ആയിഷുമ്മാന്റെ സ്കൂൾ എക്സ്പീരിയൻസ് എന്തൊക്കെ പറഞ്ഞോളി. നിങ്ങള് 4ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിന്റെ പേരൊന്ന് പറഞ്ഞട്ടെ. ആ, അവിടുത്തെ ഫുഡ് എങ്ങനെയായിരുന്നു? ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാവുന്നോ? അവിടെ ഒരു ഫുഡും ഇല്ല. ഫുഡൊന്നും കൊടുക്കുക ഗവൺമെന്റ് സമ്മതിക്കാനായിട്ടില്ലാന്ന്. ഓക്കെ. പിന്നെ അപ്പൊ എന്താക്കും നിങ്ങൾ? എത്ര മണിക്ക് സ്കൂളിൽ പോകും? 10 മണിയാകുമ്പോ. 10 മണിക്ക് അവിടെ ചാലപ്പുറം നമ്മളെ ബാനാകുളം നടന്നുകൊണ്ട് പോകണം ചാലപ്പുറത്തേക്ക്. കാറും ബസ്സൊന്നും കൊണ്ടുപോകില്ല. കാൽനട നടന്നു പോകൂലേ? കാൽനട നടന്നു പോരും. അതേമാതിരി ഉച്ചക്ക് തിന്നാനും പോണം വേണമെങ്കിൽ. വീട്ടിലേക്ക്. അപ്പൊ ഫ്രണ്ട്സൊക്കെ കഴിച്ചിട്ട് പോവാ? നമ്മളെ പട്ടിച്ച് അന്നും പട്ടിച്ച് തന്നെയാണ് നമുക്ക്. അന്നൊക്കെ നമ്മൾ വാപ്പൊരാൾ കൊണ്ടുവരാനുള്ളൂ. പിന്നെ നമ്മൾ ആങ്ങളമാരൊന്നും അതിനായിട്ടില്ല. ഒരു പഠിക്കണം, പണിക്ക് പോകണം നോക്കണ്ട. ചെറുക്കിയാക്കി പിന്നെ പോയിന്ന് വരും. എട്ടാനും 10 ഉറുപ്പിക ഇട്ടാനും ഒക്കെ ഒരു പോകും. എല്ലാവരും ഒന്നുമില്ല. പിന്നെ ആയിഷുമാന്റെ തട്ട റെഡി ആക്കിയിട്ട് ബാക്കി പുസ്തകം നമ്മൾ ഒന്നുമില്ല പോളെ. മദ്രസയിലോ? മദ്രസ ഇല്ലെന്ന്. വീട്ടിൽ വന്ന് ഉസ്താദ്മാര് പഠിപ്പിക്കൂ. പിന്നത് ഓതാൻ പോകണം. അതോ പായിട്ടിട്ട് എല്ലാരും വന്ന് കുത്തിരിക്കാൻ. വീട്ടിൽ തന്നെ? വീട്ടിലാ. അതൊരു വല്ലാത്തൊരു വീടാന്ന് പറഞ്ഞു. പെണ്ണുങ്ങളെ പഠിപ്പിക്കപ്പൊ? പെണ്ണുങ്ങൾ അന്ന് പഠിക്കുന്നുണ്ട്. ഒരു കൂടെ പഠിക്കാൻ വന്നത് കിതാബ് ഓതാൻ എന്നാണ് വല്ലാത്തിന്റെ അടുത്ത്. അപ്പൊ നമ്മളെ കുത്തിട്ട് ഞമ്മക്കൊന്നും കിതാബ് ഉണ്ടല്ലോ. നമുക്ക് അറബിക്കൊട്ട് ഇട്ട അക്ഷരം. പിന്നെ നമ്മളെ വാപ്പൻ വടിയായിട്ട് പഠിപ്പിച്ചിട്ട് അത് കിട്ടിയ അക്ഷരമാണ്. ഇന്നൊരു ചെറിയ സൂറത്ത് ഓതി. ഫലക്ക് ഓതി ഒന്ന് കേക്കട്ടെ. ഫലക്ക്. ആയത്തുൽ കുർസി അറിയോ? ആയത്തുൽ കുർസി ഒന്ന് ചൊല്ലി. അല്ലാഹു ലാ ഇലാഹ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദു സീനതൻ വലാ നൗമൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി മൻ ദല്ലദീ യസ്ബഹു ഇൻദഹു ഇല്ലാ ബിഇذനിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി മാ ശാഅ വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദി വഹുവൽ അലിയ്യുൽ അദീം. അതൊക്കെ ഒന്നിങ്ങനെ പഠിപ്പിച്ചിരുമല്ലോ ഖുർആൻ ഓരോന്ന് ഓതിയിട്ടൊക്കെ നിങ്ങൾക്ക്? നമ്മളൊക്കെ ഇപ്പൊ ഈ ടൈമിലുണ്ടല്ലോ മദ്രസയിൽ പോയിട്ട് പഠിക്കണേ. മദ്രസയിൽ പോയിട്ട് പഠിക്കല്ലേ നമ്മളിപ്പോ ഖുർആനൊക്കെ പഠിക്കാനും ഒക്കെ മദ്രസയിലല്ലേ പോണേ?